ചില പേഷ്യൻസ് അവരുടെ പരാതിയായിട്ട് പറയാറുണ്ട്, ഡോക്ടറെ സ്കൂൾ തുറക്കണതിന് മുമ്പ് അല്ലെ മകൾ സ്കൂൾ പോകുന്നതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ മകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയറുവേദന പറയാണ്, ഭക്ഷണത്തോട് തീരെ താല്പര്യമില്ല, അതോടൊപ്പം തന്നെ പെട്ടെന്ന് ദേഷ്യമാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ തുറക്കണതിന് മുമ്പ് ഫുൾ ഹാപ്പി ആയിരുന്നു, ഇപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ മോൾ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട്. ചില പേഷ്യൻസ് അവരുടെ പരാതിയായിട്ട് പറയാറുണ്ട്, ഡോക്ടറെ സ്കൂൾ തുറക്കണതിന് മുമ്പ് അല്ലെ മകൾ സ്കൂൾ പോകുന്നതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ മകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയറുവേദന പറയാണ്, ഭക്ഷണത്തോട് തീരെ താല്പര്യമില്ല, അതോടൊപ്പം തന്നെ പെട്ടെന്ന് ദേഷ്യമാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ തുറക്കണതിന് മുമ്പ് ഫുൾ ഹാപ്പി ആയിരുന്നു, ഇപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ മോൾ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാണ്, ഇൻഡൈജഷന് ബുദ്ധിമുട്ട് തുടങ്ങുകയാണ്, ദഹനത്തിന് പ്രയാസങ്ങൾ തുടങ്ങുകയാണ്. കാരണം എന്താണ്, ഈ പാരൻ്റ് ആ കുട്ടിയെ വിളിക്കുന്ന സമയം, സ്കൂളിൽ പോകുന്ന സമയത്ത് വിളിക്കുന്ന ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ്. ഈ ഹാഫ് ആൻ അവറിലെ 1 അവർ മുമ്പ്, ഈ സമയം കൊണ്ട് കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, വിശപ്പ് അനുഭവിക്കില്ല. വിശപ്പ് അനുഭവിക്കാത്തതുകൊണ്ട് കുട്ടി ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിക്കില്ല. ഈ രൂപത്തിൽ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി എംപ്റ്റി സ്റ്റൊമക്കിലൂടെ സ്കൂളിൽ പോവുകയും ലഞ്ച് ടൈമിന് മിക്കവാറും വെച്ചിട്ടുണ്ടാവും ബിസ്ക്കറ്റ്സോ ബേക്കറി ഐറ്റംസ് ആയിരിക്കും. അത് രണ്ടും കൂടി എത്തുന്നതുകൊണ്ട് എന്താവും, കുട്ടിയുടെ ഡൈജഷൻ കംപ്ലീറ്റ് അലങ്കോലാവും. പിന്നീട് ലഞ്ചിൻ്റെ സമയത്ത് കുട്ടി യാതൊരു കാരണവശാലും ലഞ്ച് പ്രോപ്പറായിട്ട് കഴിക്കില്ല. സ്കൂളാണ്, ഇപ്പം 30 to 40 സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും, ടീച്ചേഴ്സിന് അത്ര കെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടി കാണിക്കും, ടീച്ചേഴ്സ് ഓക്കെ പറയും, കുട്ടി ക്ലീൻ ചെയ്ത് പോരും. കുട്ടി ചിലപ്പോൾ പുറത്ത് കെട്ടായിരിക്കും ചെയ്യുക. വീട്ടിൽ വന്നിട്ട് കുട്ടി വിശന്നിട്ടുണ്ടാവും, കുട്ടിക്ക് ആകെ ബുദ്ധിമുട്ടായിട്ടൊന്നും കഴിക്കാനും പറ്റില്ല, നല്ലോണം ബോഡി ടയേർഡായിരിക്കും, പിന്നീട് നല്ല വയറുവേദനയും തുടങ്ങും. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് തുടങ്ങി സിവിയറായിട്ട് മാറും. ചെറിയ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് വയറുവേദന എന്നുള്ള സ്റ്റേജിലേക്ക് മാറും. പേരൻ്റ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, രാവിലെ 2 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികളെ സ്കൂൾ പോകുന്നതിന് മുമ്പായിട്ട് എഴുന്നേൽപ്പിക്കുക. ഇത് കുട്ടികളെ കുറച്ച് ആക്റ്റീവ് ആക്കാനും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ രാവിലെ ഒരു മണിക്കൂർ മുമ്പ് വിളിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു കാരണവശാലും കഴിക്കാനും, പ്രഷറുകൊണ്ട് ഹാഫ് പീസൊക്കെ കഴിച്ചാലായി. ഈസി ഡൈജസ്റ്റീബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. ഉദാഹരണത്തിന് രാവിലെ മുട്ട കൊടുക്കുന്നത് എളുപ്പമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കൊടുക്കുക. താല്പര്യമുള്ള പാലാണ്, പാല് കൊടുത്തോ കുഴപ്പമില്ല, പാല് കുട്ടികൾ വളരെ താല്പര്യത്തോടെ കഴിക്കും. അതോടെ എന്താണോ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അത് കൊടുക്കുക. ഇപ്പോൾ ചില കുട്ടികൾക്ക് ദോശ കാര്യം കഴിക്കാൻ മടിയായിരിക്കും, അത് നിർബന്ധമായിട്ട് ആ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും. പഴങ്ങൾ കൊടുക്കാം. അതോടൊപ്പം ആൽമണ്ടോ, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള പിസ്റ്റി അതുപോലെ എടുത്ത് അതും നന്നാവും. സ്നാക്സിന് നിർബന്ധമായിട്ട് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കണം. ലഞ്ച് കൃത്യമായിട്ട് താല്പര്യമുള്ള പോഷൻ കൂടി വെക്കുകയാണെങ്കിൽ, ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ഹാപ്പി ആയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഇതേ പ്രശ്നം തന്നെയാണ് മുതിർന്നവരിലും വരുന്നത്. മുതിർന്നവരിൽ സ്ത്രീകളുടെ പൊതുവെയുള്ള കംപ്ലയിൻറ്റ് എന്താണ്, ഡോക്ടർ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ദഹിക്കാൻ പ്രയാസമാണ് ഡോക്ടർ. അപ്പോൾ അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ എന്താണ്, വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ മെയിലിനായാലും കുട്ടികൾക്കായാലും ഭക്ഷണങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു 8 മണി 9 മണിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എല്ലാവർക്കും പാക്ക് ചെയ്ത്, ഇപ്പം ഹസ്ബൻഡ് പോയിട്ടുണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. മൂപ്പര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കപ്പോഴാണ് 10 മണിക്കാണ്. 5 മണി മുതൽ സ്റ്റാർട്ടായ മിഷൻ ഭക്ഷണം കഴിക്കുക 10 മണിക്കാണ്. അതുവരെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് അവർക്ക് എന്ത് ചെയ്യും, അവരറിയാതെ ഇൻഡൈജഷൻ. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു പീസോ കഴിച്ചിട്ട് അവർ വീണ്ടും പോവും, വീണ്ടും ജോലി ചെയ്യും. വീണ്ടും ചിലപ്പോൾ ഭർത്താവ് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ മക്കൾ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ലഞ്ച് ടൈം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. ഈ രൂപത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഡൈജസ്റ്റീവ് സംവിധാനത്തെ നമ്മൾ വീക്ക് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളിൽ ഇതിൻ്റെ ഫലമായിട്ട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് വെള്ളപ്പോക്ക്, വൈറ്റ് ഡിസ്ചാർജ്. അത് അവരറിയാതെ അവരുടെ ശരീരത്തെ പതിയെ പിടിക്കാൻ തുടങ്ങും. അതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ, ശരീരം ക്ഷീണമാവും, വളരെ പെട്ടെന്ന് ടയർഡാവും, HB കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ BP കുറഞ്ഞ് തലകറക്കം വരും, പീരീഡ് സമയത്ത് പെയിന് തുടങ്ങും, പിന്നെ വയറ്റ് പുകച്ചലായിരിക്കും, ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല, ഭക്ഷണം കാണുമ്പോൾ തന്നെ ഛർദ്ദൽ വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇത് അവരറിയാതെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇൻഡൈജഷൻ വഴി സ്റ്റാർട്ട് ചെയ്യുന്ന അസുഖങ്ങളാണ്. അപ്പോൾ നിർബന്ധമായിട്ടും സഹോദരിമാരോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ആര് ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതാണ്. അതോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ലഞ്ച് സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങൾ അറിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നീട് മെയിലിൽ കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ ഇൻഡൈജഷൻ പ്രയാസങ്ങളൊക്കെ പുരുഷന്മാരിൽ കണ്ടത് വളരെ കുറവാണ്. കാരണം എന്താണ്, അവർ കൃത്യമായ സമയത്ത്, ഉദാഹരണത്തിന് ഒരു 80% ആൾക്കാർ ഓഫീസ് ബേസ്ഡ് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് ലഞ്ച് ബ്രേക്ക് കിട്ടുന്ന ആൾക്കാരായിരിക്കും. ഒരു 20 to 30% ആൾക്കാർ മാത്രമേ ഡിസോർഡർ ഉണ്ടാവാറുള്ളൂ. അതായത് ഡ്രൈവിങ്,
അല്ലെ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൃത്യസമയത്ത് കഴിക്കാൻ പറ്റാത്ത ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അവരിലാണ് ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. കാരണം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അവരോട് പറയാനുള്ളത്, നിങ്ങൾ കൃത്യസമയത്ത് ഫുഡ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടുള്ള പഴങ്ങൾ, ബേക്കറി ഐറ്റംസ് ഒഴിവായിക്കൊണ്ട് പഴങ്ങൾ കയ്യിൽ കരുതാൻ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് മാറുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈജഷൻ വീക്കാവും. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെയൊക്കെ ഗ്യാസ്ട്രിക് ആസിഡ് വളരെ ഹൈലി പവർഫുള്ളാണ്. ആ ഹൈലി പവർഫുൾ ആസിഡിന് എന്ത് ചെയ്യും, ഇറഗുലറായിട്ട് ഫുഡ് ഇൻടേക്ക് വരുമ്പോൾ അത് വീക്കായിക്കൊണ്ടിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഇൻഡൈജഷൻ വരും. ഇൻഡൈജഷൻ വന്നു കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ വരും. പുളിച്ചീട്ടൽ വരും, നോഷ്യ വരും, വോമിറ്റിംഗ്, ഏത് സമയത്തും ഓക്കാനോ അതുപോലെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും. ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് കൃത്യസമയത്ത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയങ്ങളിൽ ഫ്രൂട്ട്സ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 3ാമത്തെ കാര്യം, നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ ജീരകവെള്ളം അല്ലെങ്കിൽ വെള്ളത്തിന് പകരമായിക്കൊണ്ട് ജീരകവെള്ളം അല്ലെങ്കിൽ ചുക്ക് വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. ഇത് കുടിക്കുന്നതോടെ നമ്മൾ എന്ത് ചെയ്യും, ഡൈജഷൻ വളരെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഫലവത്തായ ഫ്രൂട്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ ആംല ജ്യൂസ്, നെല്ലിക്കയുടെ ജ്യൂസ് വളരെ ഹെൽത്തും വളരെ ബെനിഫിറ്റുമാണ് ഇതിൽ. കാരണം സ്മൂത്തായിട്ടുള്ള ഡൈജഷൻ എളുപ്പം നടക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചുക്ക്, ജിഞ്ചർ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിന് ദഹന വ്യവസ്ഥ വളരെ എളുപ്പമായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പ്രയാസമുള്ള ദഹനത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ 1/2 ടീസ്പൂൺ തേനൊപ്പം ഒരു നുള്ള് ചുക്ക് കഴിക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ്. അതുപോലെ തന്നെ രാവിലെ ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ മാതള നാരങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. ഈ തരത്തിൽ നമ്മൾ ഡയറ്റും കൂടി നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ ഈ ബുദ്ധിമുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള പൈൽസ്, അതുപോലെ ഫിസ്റ്റുല, ഫിഷർ, അതുപോലെ സ്കിൻ ഡിസീസുകൾക്ക്, ഒരുപാട് സ്കിൻ ഡിസീസ് കാര്യമാണ്. ചില ആൾക്കാർക്ക് ആർട്ടിക്കേരിയ പോലുള്ള വളരെ പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. അതുപോലെ ഡ്രൈനെസ്, പിന്നെ ബാഡ് സ്മെൽ ഫ്രം മൗത്ത്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം.